ആദരണീയരായ രക്ഷിതാക്കളെ, വെൽകെയർ സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ തല അങ്ങനെ മുകളിൽ മുട്ടിയിട്ടുള്ളത്, അതൊന്ന് താഴ്ക്കാനുള്ള കുറച്ച് സമയം എടുക്കുവാണ്. ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾ വളർത്തിയിട്ട് നിങ്ങളെയും തലയുടെ മുട്ടിയിട്ടുണ്ടോ? ഒന്ന് താഴ്ക്കാൻ. അൽഹംദുലില്ലാ, ഇതൊരു വലിയ ക്രൗഡാണ്. നമുക്ക് വളരെ ശ്രദ്ധയോടെ ഈ പരിപാടി കേൾക്കുന്ന സാധാരണ ഉള്ള ഞാൻ എടുക്കുന്ന സെഷനുകളിൽ നിന്നൊക്കെ മാറ്റിയിട്ടാണ് കുറച്ച് കണ്ടൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ തന്നെ അതിനെ ബ്രീഫ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ചേഞ്ച് നമുക്ക് ഈ ഓഡിയൻസിലൊന്ന് വരുത്താൻ. റെഡിയല്ലേ? കുട്ടികളൊക്കെ ഇവിടെ പോയി, എല്ലാവരും പുറത്തു പോയോ? ഇനിയാരെ കുട്ടികളുടെ ബാക്കിൽ? കുട്ടികളൊന്ന് മുന്നിലേക്ക് എത്തോ? കുട്ടികളൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് പേരൻസ് ഒന്ന് ബാക്കോട്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇനി നിങ്ങൾ ചെവി കൊണ്ടല്ല കേൾക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാവും? ചെവി കണ്ടല്ലാണ്ട് കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റും. കൈകളും കാലുകളും സംസാരിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? സംസാരിക്കും. അത്ഭുതങ്ങൾ, അള്ളാന്റെ സൃഷ്ടി, അല്ലെ? മൂജിസാത്തുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നമ്മൾ വായി കൊണ്ട് നാവ് കൊണ്ട് സംസാരിക്കണം, ചെവി കൊണ്ട് കേൾക്കണം, മൂക്ക് കൊണ്ട് മണക്കണം എന്നൊക്കെ തീരുമാനിച്ചതാ പഠിച്ചതാണ്, അല്ലെ? അതല്ലാത്ത അവസ്ഥകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ? പറയുന്നത് ക്ലിയർ ആവുണ്ടല്ലോ, അല്ലെ? അങ്ങനെ ഉണ്ട്, ചെയ്യാൻ പറ്റും. നമ്മളോട് കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? നിങ്ങളെ കാലുകൾ സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, കൈകൾ സംസാരിക്കുന്ന ദിവസം വരാനുണ്ട്, അല്ലേ? അപ്പൊ ഇതൊക്കെ മാറ്റാൻ പടച്ചതമ്പുരാൻ പറ്റും. അപ്പൊ ഇനി ഈ സെഷനിൽ നമ്മൾ 1 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്, 60 മിനിറ്റ്സ്. ഓക്കെ, അത് തൽക്കാലം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കുട്ടികളാരും സൗണ്ട് ഉണ്ടാക്കരുത്. ഓക്കെ, സൗണ്ട് ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവും. ഓക്കെ അല്ലേ? നിങ്ങൾ മുന്നിലിരുത്തി എന്തിനാ അറിയാമോ? ഒച്ച ഉണ്ടാക്കാണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഇനി സംസാരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ്. ഓക്കെ, ചെവി കൊണ്ട് കേൾക്കേണ്ട, ഹൃദയം കൊണ്ട് കേൾക്കണം. ഹൃദയം കൊണ്ട് കേൾക്കണം. ഇനി ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചരിത്ര കാലത്തിലേക്കാണ്. പടച്ചതമ്പുരാൻ നമ്മളങ്ങോട്ട് പറഞ്ഞു വെച്ച കാലം ഓർക്കുണ്ടോ? പഠിച്ചവനെ നമ്മളെ എന്തിനാ കൂടെ പറഞ്ഞു ഉണ്ടോ? ഈ 60 മിനിറ്റ് നമ്മൾ കുടുംബത്തിന്, കുട്ടികൾക്ക്, നാടിന്, രാജ്യത്തിന്, സമൂഹത്തിന് ഒക്കെ ഉപകാരപ്പെടുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഇതിൽ ഞാൻ പൂർണ്ണമായും ഒരു ദീനി ക്ലാസ്സാണ് ഉദ്ദേശിച്ചത്. അതിൽ വളരെ ശ്രദ്ധയോടെ കേട്ട് ഞാൻ എങ്ങനെയാണെന്ന് സ്വയം വിലയിരുത്താം ഓരോരുത്തരും. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക. കുറേ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? പല സംഘടനകളും, പല പ്രസ്ഥാനങ്ങളും, പല ലീഡേഴ്സും ട്രെയിനേഴ്സും ഒക്കെ വന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേങ്കിൽ ഈ കാവ്യ കൂടി കേട്ട് ഈ കാവ് കൂടെ പോയതുകൊണ്ട് നമുക്കൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇനി പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ഹൃദയം കൊണ്ട് കേട്ട് ഉൾക്കൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാവണം. എന്നെങ്കിലേ ഞാൻ എടുക്കുന്നതിലും നിങ്ങളിത് കേൾക്കുന്നതിലും ഈ സമയം ചെലവാക്കുന്നതിലും കാര്യമുള്ളൂ. ഈ പുതിയ സമയം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓർഗനൈസേഷൻസ് രാവിലെ 8 മണിക്കാണ് പ്രോഗ്രാമുകൾ തുടങ്ങുന്നത്. അത് നല്ലൊരു സമയമാണ് നമ്മളതിനൊന്നും തയ്യാറായാൽ. പഠിച്ചവരാൻ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമ്മളെ വഴികൾ പഠിച്ചാൽ എളുപ്പാക്കിയിട്ട് വല്ലദീന ജാഹദു ഫീന ലനഹദിയന്നഹും സുബുലന. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ ഞാൻ വഴി എളുപ്പാക്കി തരാം. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടണം. അത് ഇറങ്ങി പുറപ്പെടുമ്പോൾ പഠിച്ചവൻ്റെ സഹായം ചെയ്യും, അതിലേക്ക് എത്തിപ്പെടും. ഇനി ഈ സെഷനിൽ 60 മിനിറ്റിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം കുട്ടികളോട് ചോദിക്കും, വലിയ ആൾക്കാരോട് ചോദിക്കും. ഓക്കെ, ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്ന ആൾക്ക് ഇവിടുന്ന് ചോക്ലേറ്റ് കിട്ടും. ഓക്കെ, ഹാപ്പി അല്ലേ?
അതിന് സമയം ആരാ നോക്കുക? ആരാ നോക്കുക? നോക്കുക. ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പറയണം. ഓക്കെ, 60 മിനിറ്റാണേ. അപ്പോൾ സമയം നോക്കാനും സമ്മാനം കൊടുക്കാനും നിങ്ങൾ തന്നെ ഏറ്റില്ലേ? ഓക്കെ. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കണം, അവിടുന്ന് സമ്മാനം മേടിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ സബ്ജക്റ്റ് നമുക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സാണ്. ഒരുപാട് നമ്മൾ റീലുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ പല പല കഥകളും കേൾക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ കൂടുതൽ കഥകളൊന്നും പറയില്ല, വളരെ കൃത്യമായ ചില ടോപ്പിക്കുകൾ മാത്രമേ പറയുള്ളൂ. അതിനുള്ള സ്റ്റോറിയും അതൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ ഫ്രീ സമയം കിട്ടുമ്പോൾ കണ്ടാൽ മതി. ഓക്കെ. ഇന്ന് നമ്മൾ പറഞ്ഞ സബ്ജക്റ്റ് ആദ്യം സക്കീനത്ത് എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല? സക്കീനത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സെർച്ച് ചെയ്ത ഇത്ര ആൾക്കാരുടെ ആരും കൈ ഒന്നിക്കോ? ഈ വേർഡ് നമ്മൾ പോസ്റ്റർ പബ്ലിഷ് ചെയ്തതിന് ശേഷം സക്കീനത്ത് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത ആൾക്ക് ഒരു സമ്മാനമുണ്ട്. എന്തുകൊണ്ട് ചെയ്തില്ല? എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് കേൾക്കാതെ വിചാരിച്ചിട്ട്. അപ്പോൾ അത് എനിക്ക് വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ആവശ്യമുള്ളതൊന്നും നമ്മൾ ചെയ്യില്ല, നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കാമായിരുന്നു, സബ്ജക്റ്റ് കിട്ടിയത് എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാതുകൊണ്ട് കേൾക്കേണ്ട സബ്ജക്റ്റ് അല്ല, ഹൃദയം കൊണ്ട് കേൾക്കേണ്ട സബ്ജക്റ്റാണ്. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സമാധാനത്തിന് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? അസ്സലാം അലൈക്കും, സലാം, മുസ്ലിം എന്നൊക്കെ വാക്കുന്നാണ് നമ്മൾ സലാം അല്ലേ? അൽ സലാം, സമാധാനം. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് ചിന്തിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം, അതിന് നമ്മൾ സ്വയം തയ്യാറാവേണ്ടതുണ്ട്. ഇത് കേൾക്കണമെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ല. ഋഷിവര്യന്മാർ ഇത് കേട്ടിട്ടില്ലേ? നിങ്ങൾ ഈ തപസ്സിരുന്ന ആളുകൾ, അവർ ഭൂമിയിൽ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കും. നമ്മളൊന്നും കേൾക്കാത്ത അവർ കേൾക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷനാണ്. അത് വർഷങ്ങൾ തപസ്സിരിക്കുമ്പോൾ നമുക്ക് കഴിവുകൾ ഇങ്ങനെ കയറി വരും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ തന്നെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഇവിടെ എന്തൊക്കെ ശബ്ദം ഇപ്പോൾ കേൾക്കാമെന്ന് ചിന്തിച്ചാൽ ഞാൻ പറയുന്നല്ലാത്ത 100,000 ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ഫോക്കസാണ് എന്ത്? നമ്മളെ കേൾക്കാൻ സഹായിക്കുന്നത്. അത് ഷാർപ്പൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പല ശബ്ദങ്ങളും കൂടുതൽ കേൾക്കാൻ സാധിക്കും. സക്കീനത്ത് എന്ന് പറഞ്ഞ വേർഡ് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരു എക്സാമ്പിൾ ആരെങ്കിലും പറയോ? ഒരു എക്സാമ്പിൾ ചെറുക്കാം, ഒരു എക്സാമ്പിൾ. ഓക്കെ, ഞാനിലേക്ക് വരാം. 69 സ്ഥലത്ത് സാകാന എന്ന ഈ വേർഡിന്റെ പല രൂപങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ കേൾക്കുന്ന സലാമും അമ്നും പോലെയുള്ളതിനേക്കാളും കൂടുതൽ സമയത്ത് സെക്കന ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സാകാന പല കോലത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യസ്കുനു, തസ്കുനു, ഉസ്കുൻ, സക്കീനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുറകോട്ട് പോകാം. ഇത് മനുഷ്യൻ്റെ സ്വന്തം, അതായത് നമ്മൾ ഒറ്റക്കാണ് ചിന്തിക്കുക, നമ്മൾ ചുറ്റും ആരുമില്ല. ആ സമയത്ത് നമുക്ക് സമാധാനം ഉണ്ടാവണം, പടച്ചോൻ്റെ അടുത്തു നിന്നുള്ള സമാധാനം. അതിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളൊരു ബോട്ടുമായി കടലിൽ പോയി, ആരുമില്ല ചുറ്റും അല്ലേ? നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വലിയൊരു കാറ്റടിച്ചു, അല്ലെങ്കിൽ ബോട്ടൊന്ന് മറിയാൻ പോയി. നമ്മളെന്താ ചെയ്യുക? അള്ളാഹുവിൻ്റെ പടച്ചോനെ ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ലെവലിൽ നമ്മളിതിനെ പടച്ചോനെ വിളിക്കും. അത്ര ആത്മാർത്ഥതക്ക് പടച്ചോനെ ആരും ഇതുവരെ വിളിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ പടച്ചോനെ വിളിക്കും. കാര്യം നമ്മൾ കടലിൽ ഒറ്റപ്പെട്ടു, ബോട്ട് മറിയാൻ പോവാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ. പടച്ചോനെ അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ വിളിക്കുമെന്ന് എനിക്കറിയാം. കരക്കങ്ങാൻ നിങ്ങൾ അടുപ്പിച്ചാൽ നിങ്ങൾ വേറെ പടച്ചോന്മാരൊക്കെ വിളിക്കും. അപ്പം യഥാർത്ഥത്തിൽ നമ്മളും പടച്ചോനും മാത്രം ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നമ്മൾ പടച്ചവനോട് തേടുന്ന സഹായത്തിലേക്കാണ്. ഞാൻ ഇത് ഉപയോഗിക്കുന്ന ഇതിലൂടെ നടക്കാത്തെന്ന് പറഞ്ഞാലും വോയിസ് ക്വാളിറ്റി പോകണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അപ്പം പടച്ചവനും നമ്മൾ മാത്രമുള്ള സമയത്ത് നമ്മൾ ഉണ്ടാവുന്ന സമാധാനം, ഈ സമാധാനത്തിന് ഈ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഖുർആനിൽ ഞാൻ പറഞ്ഞ 69 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു 3 എക്സാമ്പിൾ തരാം. ഇതിവിടെ വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഞാനിത് ഇവിടെ വെച്ചിരിക്കുന്നത് ആൾക്കാർക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പിന്നീട് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടാണ്.
ഞാൻ വായിക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ, ആദം നബിനെയും ഹവ ബീവിനെയും സൃഷ്ടിച്ചു. അതാണ് ആദ്യത്തെ മനുഷ്യ സൃഷ്ടി അല്ലേ. ആദമിനെയും ഹവയും സൃഷ്ടിച്ച് സ്വർഗത്തിൽ നിന്ന് പടച്ചോനെ ആദമിനെ വിളിച്ചിട്ട് പറയുന്ന വേർഡാണ് നീയും ഹവ എന്ത് ചെയ്യേ ഈ സ്വർഗത്തിൽ സമാധാനമായി ജീവിക്കും. ഉസ്കുൻ എന്ന വേർഡാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. രണ്ടാമത്തെ സാഹചര്യം ഇതാ, പഠിച്ചാൻ പറഞ്ഞത് നമ്മളെ ഇണകളായി സൃഷ്ടിച്ചു, ഭൂമിയിൽ നമ്മളെ ഇണകളായി സൃഷ്ടിച്ചു. ആ വേർഡിൽ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു, നിങ്ങളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് എന്തിനാണ്? ലിതസ്കുനു, നിങ്ങൾ ശാന്തി എത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾ പരസ്പരം ശാന്തിയോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ, ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് സക്കീനത്ത് എന്ന വേർഡിൻ്റെ ഖുർആനിലെ ഉപയോഗം നിങ്ങളോട് പറയാൻ വേണ്ടി. ഒന്ന്, ആദം നബിനെ സൃഷ്ടിച്ച് സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച വേർഡ് അതാണ്. ഭൂമിയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഉപയോഗിച്ച വേർഡ് അതാണ്. മദീനയിലേക്ക് നമ്മൾ റസൂൽ ഹിജ്റ പോയി അല്ലേ. ഏത് വർഷമാണ് ഹിജ്റ പോയത്? മക്കളൊരു ചോദ്യം പറഞ്ഞേ, ഏത് വർഷമാണ് ഹിജ്റ പോയത് റസൂൽ? അറിയോ? ഹിജ്റയ്ക്ക് ശേഷം തുടങ്ങിയൊരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിന്റെ പേര് പറയോ? ഇസ്ലാമിക് കലണ്ടർ. ആ കലണ്ടറിൽ എത്ര മാസമുണ്ട്? 9. ഓക്കെ. ആദ്യത്തെ ഹിജ്റ കലണ്ടറിൽ ആദ്യത്തെ മാസം ഏതാ? മുഹറം. അതാരാ പറഞ്ഞേ? ഒരു മുട്ടായിയുടെ കൊടുക്കാൻ. കുറെ മുട്ടായി കിട്ടും, എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് വിളിച്ച് പ്രസന്റ് ചെയ്യാം. അതല്ല എളുപ്പം. ബാക്കിലുള്ളവർ കേൾക്കണ്ടല്ലേ അല്ലേ? ഈ ഹോളിന്റെ സൗണ്ട് സിസ്റ്റം ഒന്നും ഇങ്ങോട്ട് പരിചയമായിട്ടില്ല, അതുകൊണ്ടേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം അള്ളാഹിന്റെ സഹായം, അള്ളാഹിന്റെ അടുത്തു നിന്നുള്ള മനസ്സമാധാനം, അതാണ് സക്കീനത്ത് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഉപയോഗിച്ച സാഹചര്യങ്ങൾ, ഒന്ന് ആദം നബിയും ഹവ ബീവിയെ സൃഷ്ടിച്ച് നിങ്ങളോട് ജീവിക്കുമെന്ന് പറഞ്ഞ സാഹചര്യം. 2, ഇണകളായി നിങ്ങൾ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഉപയോഗിച്ച സാഹചര്യം. 3, സാമൂഹികമായി മദീനയിലേക്ക് ഹിജ്റ പോയ റസൂലും സംഘവും ശത്രുക്കളുടെ നിരന്തരമായ ഭീഷണികൾ മക്കത്തുനിന്ന് നേരിട്ടുകൊണ്ടിരുന്നു അല്ലേ. അങ്ങനെ റസൂല് സ്വപ്നം കണ്ട് എനിക്ക് മക്കത്തേക്ക് ഉംറ പോകണം. ആ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയും നമ്മൾ ഹുദൈബിയ സന്ധിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു അല്ലേ. അത് കഥ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അത് ഹിജ്റ എത്രാം വർഷമാണ് ഹുദൈബിയ സന്ധിയിലെത്തുന്നത്? സീനിയേഴ്സിന് ഒരു ഉത്തരം പറയോ? ഹിജ്റ എത്രാം വർഷമാണ് ഹുദൈബിയ സന്ധിയിലേക്ക്? നമ്മൾ ഉംറയ്ക്ക് പുറപ്പെടുന്നത് ഏത് വർഷമാണ്? ഉത്തരം അല്ല. ഹിജ്റ എത്രാം വർഷമാണ്? അല്ല. ഓക്കെ, എന്നാ പോട്ടെ. നമ്മൾ ഉംറയ്ക്ക് പുറപ്പെട്ട മാസം ഏതാണെന്ന് പറയും. ഹിജ്റ കലണ്ടർ ഏത് മാസത്തിലാണ് നമ്മൾ ഉംറയ്ക്ക് പുറപ്പെടുക? സാധാരണ നമ്മൾ ഹജ്ജിനല്ലേ. കാര്യങ്ങൾ സീരിയസ് അല്ലേ? ദുൽഖഅദ് മാസത്തിലാണ് പുറപ്പെട്ടത്. ഓക്കെ. അങ്ങനെ നമ്മൾ പുറപ്പെട്ട് അവിടെ ശത്രുക്കളെ വിചാരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റസൂല് പോയത് കുറേ ആടുകളെയൊക്കെ തെളിച്ച് ബലി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘവുമായിട്ടാണ്. ആ സമയത്ത് മക്കത്ത് നിന്ന് സംഭവിച്ചേ, ഖുറൈശികളെല്ലാം കൂടി റസൂല് യുദ്ധത്തിന് വരികയെന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങി. അപ്പോൾ റസൂലും പറഞ്ഞ് അന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സഞ്ചേഴ്സിനെ പറഞ്ഞയച്ചിട്ട് വലിയ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവാണ്, നമ്മൾ ഒരുങ്ങണം.
അങ്ങനെ റസൂലും സംഘവും യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ഓക്കെ, നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പം ഒരുങ്ങുകയാണെന്ന് പറഞ്ഞതിന്റെ കാരണം നമ്മളുടെ മാനസികമായ തയ്യാറെടുപ്പിലാണ് പടച്ചവന്റെ സഹായം വരുള്ളൂ. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടാൽ ആ ഒരുങ്ങി പുറപ്പെട്ട കാര്യത്തിന് വേണ്ടി ഞങ്ങൾ തയ്യാറാവണം. നിങ്ങളിൽ എത്ര കുട്ടികൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ ബലി കൊടുക്കുമെന്ന് ചോദിച്ചാൽ എത്ര ആൾ കൈബന്ധിക്കും? നമ്മൾ എത്ര കുട്ടികൾ ജിഹാദിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന് ചോദിച്ചാൽ എത്ര ആൾ കൈബന്ധിക്കും? നമ്മൾ എന്തുമാത്രം രാവിലെ എണീക്കണ കാര്യം തുടങ്ങാം അല്ലേ? ഫജ്റിന് ജമാഅത്തിന് എത്താൻ വേണ്ടി നമ്മളുടെ സ്ട്രഗിൾ. നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാലേ എന്ത് ചെയ്യുള്ളൂ? അള്ളാന്റെ സഹായം ലഭിക്കുള്ളൂ. ഈ വിഷയത്തിൽ ഹുദൈബിയ സന്ധിയിൽ നമ്മൾ എത്തിപ്പിച്ചുള്ള സമയത്ത് റസൂല് ഭാര്യയുടെ ഉമ്മു സൽമാ റളിയല്ലാഹു അഭിപ്രായമൊക്കെ ചോദിക്കുന്നുണ്ട്. റസൂലിന്റെ സംഘം ഇതിന് എതിരെ നിൽക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഫോറാണ്, കുറെ ആൾക്കാർ എഗനിസ്റ്റാണ്. ഇപ്പൊ യുദ്ധത്തിന് പോകണ്ട, ഇപ്പൊ ഉംറക്ക് തന്നെ പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ സമയത്ത് ഈ സന്ധിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി റസൂലും സംഘവും അവിടെ ഇരിക്കുന്ന സമയത്ത് പഠിച്ചത് വലിയ ഇഷ്ടമായി. ഈ സന്ധിയിലേക്ക് നിങ്ങൾ എത്തിയത് നിങ്ങൾ യുദ്ധത്തിൽ ഒരുങ്ങിയിട്ട് തയ്യാറെടുത്തിട്ടാണ്. അന്നേ പഠിച്ചവൻ എന്ത് ചെയ്ത് കാണാതായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്ന ആ സന്ധിയിലേക്ക് അത് എത്തിപ്പെടുകയാണ്. അപ്പം പഠിച്ചവന്റെ സഹായം അവിടെ ഇറങ്ങുകയാണ്. ആ ആയത്താണ് ഹുവല്ലദീ അൻസല സക്കീനത അലൽ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. അല്ലാഹ് അതിന്റെ സക്കീനത്ത് എന്നെ മോൾക്ക് ഇറക്കി കൊടുത്തു. ഇനി നമ്മൾ വിഷയത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ പറഞ്ഞു നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾ, ഫേസ്ബുക്ക്, മയക്കുമരുന്ന്, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അല്ലേ? ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. നേരത്തെ ഷബീർ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ ഇത് കാലത്തിന് നജീബ് പറഞ്ഞല്ലേ, ഇതൊന്നും പുതിയ കാര്യമല്ല. ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് എന്നാണ്? ആദം നബീന്റെ 2 മക്കൾ തമ്മിലുള്ള പ്രശ്നം. അവിടുന്ന് ഇങ്ങോട്ട് ഓരോ പ്രശ്നം എടുത്താൽ ഇതൊന്നും പുതിയ പ്രശ്നങ്ങളല്ല. ലൂത്ത് നബി ഭാര്യയെ ഉപേക്ഷിച്ച് പോകാൻ റസൂൽ അള്ളാഹ് കൽപ്പിക്കണ്. നിങ്ങൾ ഓളെ തിരിഞ്ഞു നോക്കണ്ട, ഓള് നിങ്ങളെ കുടുംബത്തിൽ പെട്ടതല്ല അല്ലേ? നൂഹ് നബിന്റെ മോനെ ഉപേക്ഷിച്ച് പോകാൻ അള്ളാഹ് പറയാൻ, മോനെ വെള്ളത്തിൽ വിട്ടേക്ക്, ഇനി എന്റെ സംഘവും രക്ഷപ്പെട്ടോ അല്ലേ? ആർക്കാണ് പടച്ചവന്റെ സഹായം ലഭിച്ചിട്ടുള്ളത്? ഈ വിഷയത്തിലാണ് ഞാൻ കുറച്ചും കൂടെ സീരിയസ് ആണെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ, നമ്മളുടെ സിനിമ, നമ്മളുടെ മീഡിയകൾ, ഇതൊക്കെ നമ്മുടെ വേറൊരു തലത്തിലേക്ക് ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ പറയാം. ബദർ ഓർമ്മ ഉണ്ടാവും അല്ലേ? നമ്മളെല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞോ ബദരീങ്ങളാണ്ടും റമദാനിലെ ബദർ ദിവസങ്ങളൊക്കെ നമ്മൾ പലരും കണ്ണുകയും ചർച്ചയും ചെയ്തതാണ്. സംസാരിക്കുന്നത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബദർ എന്നാ നടന്നത് മക്കളെ? ബദർ എന്നാ നടന്നത്? ഏത് മാസത്തിലാണ് ബദർ? ആരാ പറഞ്ഞ ഉത്തരം? ആരും ഉത്തരം പറഞ്ഞേ? രണ്ടാൾ കൈവക്ക്. ആ, ബദറിൽ നമ്മൾ എത്ര സഹാബികളായിരുന്നു ഉണ്ടായിരുന്നത്? സീനിയേഴ്സിന് എത്ര പറയാം? എത്ര ആള് ബദറിന് ഫൈറ്റ് ചെയ്യാൻ പോയത്? 310. ഉത്തരം പറഞ്ഞ ആൾക്കാർ മിട്ടായി എവിടെ? ആരെ സാധിക്കാം? ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കാം. എത്ര ശുഹദാക്കളാണ് ബദറിലുള്ളത്? ഉത്തരം പറയും. 14 പറഞ്ഞ ആൾക്കൊന്നത്. ഇല്ല, പറയാൻ വന്നവർക്ക്, പറഞ്ഞവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മുടെ ചരിത്രം അള്ളാഹ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, ആദം നബിയും ഹവ്വ ബീവിയെയും സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ നിങ്ങൾക്ക് വരും, അത് പിൻപറ്റുന്നവർക്ക് എന്തുണ്ട്? നിങ്ങൾക്ക് തിരിച്ച് സ്വർഗത്തിൽ തന്നെ വരാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? നരകത്തിൽ പോകാം. അത് എന്തൊരു കാരണം പറഞ്ഞു? അതിന്റെ സീനിയർ ആരെങ്കിലും ഉത്തരം പറയോ? എന്ത് കാരണം പറഞ്ഞിട്ടാണ് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോയിക്കോളി? എന്ത് ഒരു കാരണം പറഞ്ഞു? ഒരു കാരണം പറഞ്ഞിട്ട് എന്താ? അള്ളാഹ് ധിക്കരിച്ച അതിന്റെ റൂട്ട് കോസാണ്. പക്ഷെ അത് പറഞ്ഞു വിട്ടപ്പോൾ പഠിച്ചാൻ പറഞ്ഞത്
നിങ്ങളിൽ പലരും നിങ്ങൾക്ക് ശത്രുക്കളാണ്. അത് നമുക്കിപ്പോ കാണാം അല്ലേ, നമ്മളിൽ പലരും നമ്മൾക്ക് ശത്രുക്കളാണ് അല്ലേ. നമ്മളിൽ ശത്രുത എന്ന് പറയുന്നത് മലക്കുകളോട് അള്ളാഹ് പറഞ്ഞു, ഞാനിങ്ങനെ ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു സൃഷ്ടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ മലക്കൾ ആദ്യം ചോദിച്ച ചോദ്യം എന്താ ചോദിച്ചത്? അത് വേണോ അല്ലേ? എന്തർത്ഥത്തിലാ ചോദിച്ചത്? നീ മനുഷ്യന്മാരുണ്ടല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവര് രക്തം ചിന്തും, നിന്നെ ആരാധിക്കാൻ നിങ്ങൾക്ക് ആരാ വേണ്ടത്? ഞങ്ങളില്ലേ ആരാധിക്കാൻ? ഞങ്ങളില്ലേ? പിന്നെന്തിനാ അങ്ങ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? അപ്പം അള്ളാഹ് ഒരു റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പറഞ്ഞോ, ഇത്ര പറഞ്ഞോളി. നിങ്ങൾക്കറിയാത്തൊക്കെ എനിക്കറിയാം അല്ലേ? ആ ചോദ്യം ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. പ്രസിഡന്റ് അല്ലെങ്കിലും സമ്മാനം കൊടുക്കരുതെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മളെ ഭൂമിയിലേക്ക് അയച്ചു. ഈ അയച്ച സമയത്ത് പഠിച്ചവൻ പറഞ്ഞു, നിങ്ങളവിടെ പോയി ജീവിച്ചോളി, അവിടെ നിങ്ങൾക്ക് എൻ്റെ മാർഗദർശനങ്ങൾ വരും, അത് നിങ്ങൾ പിൻപറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചുകൊണ്ട് തന്നെ വരാം. ഇനി ആ വേർഡിലേക്ക് വരാം. സക്കീനത്ത് എന്ന് പറഞ്ഞ വേർഡിൽ നമ്മളോട് ഭൂമിയിൽ പോയി ജീവിക്കാൻ പറഞ്ഞ സ്ഥലം, നമ്മളവിടെ താമസിക്കാം, നമ്മൾ വീട്ടിൽ താമസിക്കാം അല്ലേ? നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളെ വീടിനും ഇതേ പദമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ മസ്കൻ ഇവിടെയൊക്കെ കാണാമല്ലേ നമുക്ക്, അല്ലേ? മസ്കൻ റെസ്റ്റോറൻറ്റ്, മസ്കൻ ഡെലിവറി, മസ്കൻ എല്ലാവർക്കും പരിചയമുള്ള പേരല്ലേ? മസ്കൻ പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? നമ്മളെ വീടിന് ഉപയോഗിച്ച പേരും ഉസ്കുനു എന്ന് പറഞ്ഞ അതേ വേർഡാണ് എന്ത്, മസ്കൻ അല്ലേ? ഇസ്മ അമ്ര അങ്ങനെ അല്ലേ? ഇസ്മ. അപ്പം നമ്മളോട് മസ്കൻ എന്ന് പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന അല്ലെ ഭാര്യയുമായി ജീവിക്കുന്ന സ്ഥലത്തിന് മസ്കൻ എന്നാണ് പറഞ്ഞത്. നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത് ഉസ്കുനു എന്നാണ്. അള്ളാന്റെ സഹായം നമുക്ക് വരിക സക്കീനത്തായാണ്. നമ്മൾ വേറൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി സക്കീനത്ത് അനുഭവിച്ച കുറച്ച് ചരിത്രങ്ങൾ വളരെ ബ്രീഫായിട്ട് പറയാം. അള്ളാന്റെ റസൂൽ വളരെ കഠിനമായ പരീക്ഷണങ്ങൾ മക്കത്ത് ഏറ്റ് മദീനത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ആരെ കൂടെയാണ് റസൂലുള്ള മദീനത്തേക്ക് യാത്ര തിരിച്ചത്? കുട്ടികളോട് ചോദിച്ചത്, ആരാണ് ഹിജ്റക്ക് കൂട്ടുണ്ടായിരുന്നത് അറിയോ? അല്ല, അതാരാ? ഒരു മുട്ടായി കൊടുക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയും മദീനത്തേക്ക് പുറപ്പെട്ടതാണ് അല്ലേ? ആ കഥ നമുക്കറിയാം. എവിടെയാണ് ഇരുന്നത് അറിയോ? സീനിയറോട് ചോദ്യം, ഏത് ഗുഹയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ്? അല്ല, സൗർ ഗുഹ. അവിടെ സൗർ ഗുഹയിൽ എത്ര ഇത് ചോദ്യമല്ലേ, അടുത്ത ചോദ്യം ചോദിക്കാം. സൗർ ഗുഹയിൽ എത്ര ദിവസം താമസിച്ചു? 3. ഓക്കെ, മുട്ടായി കൊടുത്താൽ നിർത്താം. മുട്ടായി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ മുട്ടായി ഇഷ്ടം പോലെ ഇവിടെ തീരുന്നവരെ നമ്മൾ കൊടുക്കും. അതാ ഷംന അല്ലേ? അപ്പൊ നമ്മള് കുടുംബാന്തരീക്ഷത്തിലേക്ക് വരാം. നമ്മളെ വീട് അല്ലേ? വീടിലൂടെ നമ്മൾ പഠിച്ചാൽ പറഞ്ഞാൽ നമ്മളെ സക്കീനത്ത് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അല്ലേ? ചരിത്രത്തിലേക്ക് പോകുമ്പോൾ റസൂലിന്റെ കൂടെ പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശത്രുക്കളുടെ അകമ്പടി, അതായത് മുകളിൽ ഇങ്ങനെ നടക്കുന്ന ശബ്ദം കേട്ടിട്ട് അല്ലേ, അന്ന് ചെലന്തി ഒരു പണിയെടുത്തു അല്ലേ? സൗർ ഗുഹ അടച്ചു, ചെലന്തി വല കെട്ടി, നമ്മൾ കഥ കേട്ടതാണ് അല്ലേ? അങ്ങനെ റസൂല് അബൂബക്കർ സിദ്ദീഖും പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ പറഞ്ഞത്? എന്താണ് റസൂൽ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞത്? അള്ളാഹ് ഉണ്ട് നമ്മളൊപ്പരം, പഠിച്ചോൻ നമ്മളൊപ്പരം ഉണ്ട്, അതുകൊണ്ട് ഇനി ബേജാറണ്ട. അന്നേരം ഉപയോഗിച്ച അതേ വേർഡ് വീണ്ടും ഖുർആൻ ഉപയോഗിച്ചു, അൻസല സക്കീനത്തു അലൈഹി. രണ്ടാൾക്കാരെ മേലും എന്ത് ഉപയോഗിച്ചു? അള്ളാഹിന്റെ സക്കീനത്ത് ഇറങ്ങി, സഹായം ഇറങ്ങി. അപ്പൊ നമ്മൾ വളരെ പ്യുവറായിട്ട്, ഇനി ആ സബ്ജക്റ്റിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് വരാം.
നമ്മുടെ മനസ്സ്, ശരീരവും നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും അള്ളാഹിലേക്ക് സമർപ്പിച്ച് അള്ളാഹുവിലേക്ക് ചോദിക്കുന്ന അവസരത്തിൽ നമ്മൾക്ക് യാതൊരു പിടിവള്ളിയുമില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങുന്ന സമാധാനം, ആ സമാധാനത്തിലേക്കുള്ള തേട്ടം, അത് അവിടെയാണ് എന്തിന് സക്കീനത്ത് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. അതുണ്ടാവേണ്ട സ്ഥലം അതാണ് ഇവിടെ മസ്കൻ, അവിടെ സക്കീനത്ത് ഉണ്ടാവുന്ന ഒരു സ്ഥലം അല്ലേ. ഇനി ഇവിടെ കുടുംബം എന്ന സാഹചര്യം നമുക്ക് കുറച്ചും കൂടെ ചിന്തിക്കാം. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? കുട്ടികളൊക്കെ വേറെ പല വഴിക്കും ചിന്തിച്ചു തുടങ്ങി. കല്യാണം വേണോ, കുട്ടികൾ വേണോ, ഇതൊക്കെ ഉത്തരവാദിത്തങ്ങളല്ലേ, ഫ്രീ തിങ്കിങ് അല്ലേ, ചിന്താഗതികൾ മാറി അല്ലേ. ഇതൊക്കെ ഒന്നും പുതിയ കാര്യമൊന്നുമല്ല, ഞാൻ വീണ്ടും പറയാണ്, ഇതൊന്നും പുതിയ കാര്യങ്ങൾ, ഒരുപാട് ചാലഞ്ചുകൾ മുമ്പും വന്നിട്ടുണ്ട് അല്ലേ. ലൂത്ത് നബിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഹോമോസെക്സ് വളരെ സ്പ്രെഡ് ചെയ്തിപ്പോൾ ചാവുകടൽ നമുക്ക് മുമ്പിൽ ഉദാഹരണമായിട്ടുണ്ട്. ചാവുകടൽ എന്ത് സംഭവിച്ചത്? ആ ഭൂമി മുഴുവൻ പടച്ചവൻ അങ്ങോട്ട് മറിച്ചിട്ടതാണ് അല്ലേ, ശിക്ഷയായി. അന്നുണ്ടായിരുന്ന ആളുകൾ വിവാഹം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ലൂത്ത് നബിന്റെ അടുത്തേക്ക് മലക്കൾ വന്നപ്പോൾ എൻ്റെ മക്കളൊക്കെ ഞാൻ കെട്ടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കേൾക്കണില്ല അല്ലേ. അപ്പം നമുക്കിതൊരു പുതിയ വിഷയമല്ല, പക്ഷെങ്കിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്ന രീതിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്കുള്ള സഹായം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന പൊസിഷനിൽ നിന്ന് ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ ആരുടെ കൂടെ വളരുന്നു, ആര് കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളരണം. ആ സമയത്ത് എന്ത് സംഭവിക്കുക? പടച്ചവന്റെ സഹായത്തിലേക്ക് എത്തിപ്പെടാം. ഈ ലൂത്ത് നബിന്റെ സമൂഹം വളരെ അതപ്പതിച്ച് പോയപ്പോൾ അള്ളാഹിന്റെ സഹായം എന്ത് ചെയ്തു? സഹായം ഇറങ്ങണം അല്ലേ. അപ്പൊ നമ്മൾ ഇതിലൊന്നും നിരാശപ്പെടേണ്ട ഒരു വിഷയമല്ല എന്ത്, അങ്ങനെയൊക്കെ ദുനിയാവിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെ പേടിപ്പെടുത്തേണ്ടയോ ആശങ്കപ്പെടുത്തേണ്ടയോ ഒരു കാര്യം അല്ല. നേരെ മറിച്ച് ചില കാര്യങ്ങളിലേക്ക് വീണ്ടും വരാം. ഈ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ആണുങ്ങൾ അല്ലേ, ആണുങ്ങൾ എന്താവണം? കുടുംബത്തിൽ ഉത്തരവാദിത്വ ബോധമാണ് അല്ലേ. ആണുങ്ങളെ പറ്റിയിട്ട് റസൂല് പറഞ്ഞത് എന്താ അറിയാം? ഒരു ഹദീസ് പറയാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. ഞാനായിരിക്കണം എൻ്റെ കുടുംബത്തിന് ഏറ്റവും നല്ല ആൾ. നിങ്ങളൊക്കെ കുടുംബത്തിലെ ഏറ്റവും നല്ല ആൾ നിങ്ങളായിരിക്കണം അല്ലേ. അപ്പൊ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ ആദ്യത്തെ അടിത്തറ എന്ന് പറയുന്നത് ഉത്തരവാദിത്തമുള്ള ഭർത്താവാകുന്ന സമയത്ത്, ഉത്തരവാദിത്തമുള്ള ഉപ്പയാവുന്ന സമയത്ത് ആ കുടുംബത്തിൽ സക്കീനത്ത് വരണമെങ്കിൽ, മസ്കനാവണമെങ്കിൽ, വീടിന് വേറെ പല പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അറബിയിൽ അല്ലേ. ബൈത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ബൈത്ത് എന്ന് പറഞ്ഞ വീടാണ്. പിന്നെന്താ വീടുകൾ വേറെ ഉണ്ടല്ലോ, ദാർ ഉപയോഗിച്ചിട്ടുണ്ട്, മൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കറക്റ്റ്. മസ്കൻ എന്ന് ഉപയോഗിച്ച വേർഡിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മളെ സക്കീനത്ത് അവിടെ ഉണ്ടാവുന്ന അവസ്ഥയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഈ ഒരു സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മളിതൊരു കുടുംബ അല്ലെങ്കിൽ ഫാമിലി മീറ്റിലാണുള്ളത്. ഇതിനൊരു ഒരു 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 അഡ്വാൻറ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു ഉത്കൃഷ്ടിയുണ്ട്. എൻ്റെ കുട്ടികൾ ഇവിടെ നിന്ന് ഓടിക്കളിക്കുന്നുണ്ടാവും, ഷാക്കറിന്റെ കുട്ടികൾ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ടാവും അല്ലേ. നമ്മുടെ പ്രവർത്തകരുടെ പലരുടെയും കുട്ടികൾ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ടാവും. അവരിവിടുന്ന് റോഡിലേക്ക് ഇറങ്ങി പോവോ? അവരാരെങ്കിലും ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യോ? ഇല്ല. നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സംരക്ഷണ വലയം, നമ്മുടെ നാട്, നമ്മുടെ നാട്ടുകാര്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു സംരക്ഷണ വലയം, അതിൽ പല പല തട്ടുകളുണ്ട്. വീട്ടിൽ ഞാൻ എൻ്റെ കുട്ടീനെ നോക്കുന്നുണ്ടെങ്കിൽ മുറ്റത്തേക്ക് അറിയാൻ മൂത്താപ്പൻ്റെ മോനുണ്ടാവും അപ്പുറത്ത്. അങ്ങനെയായിരുന്നു നമ്മൾ അല്ലേ. അയൽവാസിൻ്റെ കുട്ടി ഉണ്ടാവും. ഞാൻ വട്ടോളിയിൽ നിന്ന് ബൈക്ക് എടുത്തിട്ട് ചുരത്തിന് മുകളിൽ താമരശ്ശേരി അങ്ങോട്ട് വിട്ടാൽ തന്നെ വീട്ടിൽ കോള് വരും, അതാ നിങ്ങളെ മോനുണ്ടല്ലോ ബൈക്ക് മൂലം നാട്ട് പോയിക്കല്ലോ. അത്തരം കമ്മ്യൂണിക്കേഷൻസ് നടന്നിരുന്ന കാലം. അപ്പോൾ അതെന്താ സംഭവിച്ചത്? നമുക്ക് പ്രൊട്ടക്ഷന് പല പല ലെയറുകൾ ഉണ്ടായിരുന്നു. നമ്മളെ കുട്ടികളെ നോക്കാൻ പലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാ ഷാക്കറിൻ്റെ വീട്ടിൽ പോയാൽ അവിടെ ക്യാമറ വെച്ചിട്ട് ഓൺ ഫോണിൽ നോക്കും. അതിന് അലർട്ട്, മൂവ്മെന്റ് അലർട്ട്, അങ്ങനെയൊക്കെ പല പരിപാടിയുണ്ട്. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് ഇതിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വീട്ടിൽ ഉത്തരവാദിത്തം വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ ശ്രദ്ധ ഉണ്ടാവണം.
ഈ ശ്രദ്ധ നമ്മൾ മാത്രം പോരാ, നമുക്ക് ചുറ്റും സമൂഹം നന്മയിലേക്ക് സൃഷ്ടിക്കപ്പെടണം. നന്മയുള്ള സമൂഹമാകുമ്പോൾ നമ്മൾ വീട്ടിൽ എത്ര നല്ല ആളുകളാവും എന്നുള്ളതാണ് ഉത്തരവാദിത്ത ബോധത്തിൽ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, വിശ്വാസികൾക്ക് ഏറ്റവും പൂർണ്ണമായ വിശ്വാസം എത്തിപ്പെടുന്നത് നല്ല സ്വഭാവമുള്ളവർക്കാണ്. അതൊരു ദിവസം കൂടെ അതിന് ഉൾപ്പെടുത്തിയത് എന്താ പറഞ്ഞാൽ, സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ആണുങ്ങൾക്കുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ, അതല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ്, ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പല ടോപ്പിക്കുകളും മുന്നിൽ വരുന്നുണ്ടാവും അല്ലേ. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവരെ സംരക്ഷിക്കേണ്ടത് ഖുർആൻ നമ്മളോട് പറഞ്ഞ കവ്വാമൂന അലൻ നിസാ, നമ്മളോട് സംരക്ഷിക്കേണ്ട ആളുകൾ, സംരക്ഷണ ഉത്തരവാദിത്തം. ഇത് അതിൻ്റെ അർത്ഥം ഞാൻ ഓലെ കയറി ഭരിക്കണം എന്നല്ല. നമ്മളൊരു പ്രസ്ഥാനത്തിന് ഒരു സാരഥി ഉള്ളതുപോലെ, പ്രസിഡന്റ് ഉള്ളതുപോലെ, നമ്മുടെ വീടെന്ന മസ്കന് ആ സംവിധാനത്തിന് ഒരു ലീഡർ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ പാത്രം കഴുകണ്ടെന്നോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റണ്ടെന്നോ അല്ല. കുടുംബത്തിൽ നമ്മൾ പരസ്പര സഹായത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സിസ്റ്റം, ഈ വീട് മുന്നോട്ട് ഭംഗിയായി ചലിക്കാൻ ആവശ്യമുള്ള കർമ്മങ്ങളിൽ പരസ്പരം സഹകരിക്കുക. ആ സഹകരണത്തിന് എനിക്ക് പറ്റില്ല, ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ എന്ത് ചെയ്യും? അത് ഒടിയും. അതേപോലെ തന്നെ എന്ത് സംഭവിക്കും? കുട്ടികളും വിചാരിക്കും, ഉമ്മ ഇപ്പം ഓരെന്നെ നല്ലോണം നോക്കില്ല, പിന്നെ ഞങ്ങളായിട്ട് ഇപ്പം എന്താ നോക്കാം അല്ലേ. അപ്പം ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, മക്കൾ മിഠായി ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കഴിച്ചിട്ട് അവിടെ തന്നെ സംഗതികളൊന്നും ഇടരുത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പോക്കറ്റിൽ വെക്കാൻ നമുക്ക് മീറ്റിംഗ് ആയിട്ട് കഴിക്കാം. ഓക്കെ, ഇനിയും മിഠായി കിട്ടും. ഞാനിടാ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, സംരക്ഷണ വലയങ്ങൾ പല തട്ടുകളായി സൃഷ്ടിക്കപ്പെടണം. ഒന്ന്. രണ്ടാമത്തെ, പരസ്പര സഹായം, ഭാര്യ ഭർത്തൃ ബന്ധം. ഈ ബന്ധത്തിൽ കുട്ടികൾക്ക് തോന്നണെന്ത്? നമ്മൾ പരസ്പരം സഹായിക്കുന്നുണ്ട് എന്ന്. ഈ സഹായിക്കുന്ന ഉദാഹരണം ലീഡ് ബൈ എക്സാമ്പിൾ എന്ന് പറയാം. അതായത് ഞാൻ രാവിലെ എണീച്ചാലേ കുട്ടി രാവിലെ എണീക്കുള്ളൂ, ഞാൻ സത്യം പറഞ്ഞാലേ മോള് സത്യം പറയുള്ളൂ. നേരെ മറിച്ച് വീട്ടിൽ നിന്ന് തന്നെ ഓൻ വിളിച്ചാൽ പറയും ഞാൻ ഇവിടെ ഇല്ലാന്ന് എന്ന് മോനോട് പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിക്കും? നമ്മൾ പല സമയത്തും, അതല്ലെങ്കിൽ ഈ ഇന്റഗ്രിറ്റിയുടെ ഒരു പ്രശ്നമാണ് നമുക്ക് പലപ്പോഴും വീടുകളിൽ അനുഭവിക്കുന്നത്. അത് നമ്മളായിട്ട് കറക്റ്റ് ചെയ്യണം. ഞാൻ സത്യം പറയുന്നു എന്ന് കുട്ടിക്കുന്ന തോന്നുന്ന രൂപത്തിൽ മാത്രമേ സത്യം പറയാവൂ. അതുപോലെ ഞാൻ ഇടപെടുന്ന കാര്യങ്ങൾ അവനും തോന്നണം, സഹായിക്കണം. മോനെ എൻ്റെ കയ്യോ കാലോ ഒന്ന് തിരുമ്മി കൊണ്ടുവന്നോ, മോനെ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ പ്രായമായി വരുന്നവർ അല്ലേ, നമ്മുടെ സംരക്ഷണം. ഈ ഒരു കോർപ്പറേഷനിലേക്ക് നമ്മുടെ സിസ്റ്റം, ഈ മസ്കലിലേക്ക് വളർന്നാലേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഏട്ടനും എൻ്റെ അനിയനും എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ നാട്ടിൽ അയൽവാസി എല്ലാവരും പരസ്പരമായി സഹകരിച്ച് അള്ളാഹിൻ്റെ സഹായം നമ്മൾക്ക് ഈ കാര്യത്തിൽ കിട്ടും എന്നുള്ള ബോധ്യത്തോടെ കൂടി പ്രവർത്തിച്ചാൽ നമുക്ക് പറഞ്ഞതൊന്നും ഒരു പ്രശ്നമേ ആവില്ല. മയക്കുമരുന്ന് നമ്മളെ വീട്ടിൽ വരില്ല. ഞാൻ പിന്നെയും പറയാം, നമ്മൾ എന്തടയാളങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ അറിയാത്തത് മൂത്താ പറയും അല്ലേ, അല്ലെ ഇക്കാക്ക് അറിയും, അല്ലെ ഓൻ്റെ കുട്ടീൻ്റെ ഫാദർ മീറ്റിങ്ങിൽ പോയപ്പോൾ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്താക്കണം? ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരാരാണ്, കൂട്ടുകാരുടെ ഉപ്പ ആരാണ്, ഉമ്മ ആരാണ്, ഇതൊക്കെ അന്വേഷിച്ച് അവരോടൊക്കെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എന്ത് വിഷയം കുട്ടിക്കുണ്ടെങ്കിലും എന്ത് സംഭവിക്കും? നമ്മളറിയും. പണ്ടത്തെ പോലെയല്ല, കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റാണ്. ഇപ്പം കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉമ്മയുടെ മെസ്സേജ് വരും, ഓല അങ്ങോട്ടോ പോയി കിട്ടാം. ഈ വാട്സാപ്പ് നാട്ടിലുള്ള ഒരാൾക്കാണെങ്കിലും ഒരു പ്രശ്നമില്ല അല്ലേ. ഉപ്പാക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കോലത്തിലേക്ക് നമ്മുടെ സിസ്റ്റംസ് വളർന്നിട്ടുണ്ട്, നമ്മുടെ ടെക്നോളജികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊരു ചാലഞ്ചായിട്ട് കാണേണ്ട, ബേജാറാവേണ്ട കാര്യമില്ല. നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതികൾ നമ്മൾ അതിലേക്ക് വരണം. ഉപ്പ എന്താവണം? വീടിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വളരണം. അപ്പോൾ അടുത്തൊരു ചോദ്യം അല്ലേ, ഖുർആനില് സീനിയേഴ്സിനോട് ചോദ്യം, ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് എന്തിനെ കുറിച്ചാണ് സംസാരിച്ചത്?
ആരാ ഉത്തരം പറയുന്നത്? എനിക്ക് പറഞ്ഞു ഉറക്കെ പറഞ്ഞു. ഇനിതാ ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾക്കറിയാം, ഖുർആൻ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, കുടുംബ ബന്ധങ്ങൾ, നാട് സംസാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് സംസാരിക്കുന്നത് കടമിടപാടുകളെ കുറിച്ചാണ്, അതിൽ പാലിക്കേണ്ട നടപടികളെ കുറിച്ചാണ്. ആരും വിട്ടായോ? ഇനി കുട്ടികളോട് ഒരു ചോദ്യം. നോമ്പുകാരൻ ഫാസ്റ്റ് ചെയ്ത ആള് സ്വർഗത്തിൽ പോകുന്ന ഗേറ്റിന്റെ പേരുണ്ടാവും. ആ, റയ്യാൻ കവാടത്തിലൂടെയാണ് എന്ത് ചെയ്യുക? റയ്യാൻ കവാടത്തിലൂടെയാണ് നമ്മൾ കിടക്കുക. ലേഡീസിന് ഉത്തരം പറഞ്ഞില്ല. കംപ്ലൈന്റ് ഉണ്ടോ? ഓക്കെ. പ്രവാചകൻ ജനിച്ച ഗോത്രത്തിന്റെ പേര് ആരോ? ഉത്തരം പറയും. ഖുറൈശി. ആ, കൊടുക്കും. ഇനി കുടുംബത്തിന്റെ പേര് ബനു ഹാഷിം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. പഠിച്ചവൻ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള നമുക്കറിയാം, നമുക്ക് രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ പഠിച്ചവനനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ പഠിച്ചവനനുസരിക്കാൻ ജീവിക്കാം. ഇതിൽ ഒരു ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സത്യവിശ്വാസികളെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമാക്കുന്ന നരകാഗ്നിയെ നിങ്ങൾ കാക്കണം. അതായത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമാണ് കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഓടെന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളെന്തോ ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്നത് ഇവിടെ ചെയ്യാൻ പറ്റില്ല. പല കുടുംബങ്ങളിലെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ബാപ്പ ഭയങ്കര സാമൂഹ്യ പ്രവർത്തകനായിരിക്കും, അയാൾ വീട്ടിൽ സമയമതിയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ പല കോലത്തിലും, ഉമ്മ പറഞ്ഞാൽ കേൾക്കൂല, വാപ്പ പറഞ്ഞാൽ കേൾക്കൂല, വാപ്പനോട് സമയത്ത് കിട്ടൂല, നാട്ടുകാർ പറയും അയാൾ നല്ല മനുഷ്യനാണ്. പക്ഷെ കുടുംബത്തിലേക്ക് ശ്രദ്ധിക്കാൻ ആൾക്ക് എന്തുണ്ടാവില്ല, പറ്റുണ്ടാവില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കുടുംബം നോക്കിയിട്ട് ബാക്കി എന്ത് നോക്കിയിട്ടും കാര്യമുള്ളൂ എന്നുള്ളതാണ്. കാരണം നമുക്കുള്ള ചരിത്രത്തിൽ അറിയാം, യുദ്ധത്തിനൊക്കെ സഹാബികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് റസൂല് ചോദിക്കും, കുടുംബത്തിൽ ഉമ്മനെ ഉപ്പനെ നോക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നീ യുദ്ധത്തിന് പോരണ്ടെന്ന് പറയും, അല്ലേ? അങ്ങനെ പറഞ്ഞ ചരിത്രമുണ്ട്. അപ്പം സംഘമായി ഇസ്ലാമിക രാഷ്ട്രം എടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും കുടുംബത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, റസൂൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം കുടുംബം എന്നത് നമ്മുടെ പ്രൈമറി ശ്രദ്ധ പതിയേണ്ട സ്ഥലമാണ്. രക്ഷിതാക്കൾ, ആണുങ്ങൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ലീഡേഴ്സാണ്. കമ്മ്യൂണിക്കേഷന് പല തലത്തിലുള്ള, അതായത് കുടുംബം, അയൽവാസി, സമൂഹം, അതിലുള്ള ആളുകളൊക്കെ തന്നെ എന്ത് നിലനിർത്തേണ്ടത് ഈ കമ്മ്യൂണിക്കേഷനിലെ ശൃംഖലകളായി വരേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ മോനെ ഞാൻ തന്നെ നോക്കുള്ളൂ എന്ന് പറയാൻ നടക്കില്ല. നമുക്ക് സുഹൃത്തുക്കളും നമ്മളെ സഹായിക്കുന്ന ആളുകളും ഉണ്ടാവും. കുട്ടികൾ എങ്ങോട്ട് പോയാലും, കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അത് അപ്പം അറിയാനുള്ള അവസ്ഥ ഉണ്ടാവും. പിന്നെ നമ്മുടെ പാരൻസ്, അല്ലേ, ജീവിച്ചിരിപ്പിക്കുന്ന നമ്മളെ പാരൻസ്, അള്ളാഹു മരിച്ച ആളുകളുടെ ഖബറുടെ വിശാലമായി കൊടുക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന പാരൻസിനെ നോക്കേണ്ട ഉത്തരവാദിത്വം, അല്ലേ, അത് അതുപോലെ തന്നെ റസൂല് പല സമയത്ത് പറയുന്നത്, നിങ്ങൾ മൂത്തവരെ ബഹുമാനിക്കുക, കുട്ടികളോട് കരുണ കാണിക്കുക. ഈ രണ്ട് ലെയറും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷനാണ് നേരത്തെ പറഞ്ഞ തന്ത വൈബിൽ നഷ്ടപ്പെടുന്നത്, അല്ലേ? ഈ കണക്ഷൻ നമ്മൾ റെഗുലറായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ വാപ്പാനോട് സംസാരിക്കുന്നത് എൻ്റെ കുട്ടി കാണണം, ഞാൻ വാപ്പാൻ്റെ മരുന്ന് എടുത്തു കൊടുക്കുന്നത് കുട്ടി കാണണം, അല്ലെങ്കിൽ ഞാൻ മകനെ നോക്കുന്ന ഉപ്പ കാണണം, ഭാര്യ കാണണം. നമ്മൾ ഈ കുടുംബങ്ങളുടെ പരസ്പര എന്താ പറയുക, നമ്മൾ ഈ പരിചരണം നമ്മൾ പരസ്പരം കണ്ട് ബോധ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കുള്ളൂ, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരാളോട് ഉപദേശിച്ചാലൊന്നും ഉണ്ടാവില്ല, മോനെ നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, രാവിലെ ഒന്ന് എണീക്കണം, വൈകുന്നേരം പോകണം എന്ന് പറഞ്ഞാലൊന്നും ആരും കേൾക്കില്ല. നമ്മളെ വൈബ് അന്നേരം വരിക. നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യമായ മാതൃകയാവണം.
നമ്മളെ കുടുംബത്തിൽ മക്കളെ കൂട്ടി ഞാൻ സാധനം വാങ്ങുമ്പോൾ പൈസ കൃത്യമായി എടുക്കുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ, ഇനി വരുന്ന പാവങ്ങളെ നമ്മൾ സഹായിക്കുന്നുണ്ടോ, ചോദിച്ചു വരുന്നവർക്ക് സഹായം കൊടുക്കണ്ടോ? മോൻ ചോദിക്കല്ലേ, അതിനാ ഉപ്പ ഓൾക്ക് പൈസ കൊടുത്തത്? വണ്ടീൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് ആൾക്കാർ ചിലപ്പം ചോദിക്കും. അപ്പോൾ കുട്ടികൾ കാണും അതില്ലേ, ഉപ്പ സഹായിച്ചു. എന്തിന്? പൈസ ഇല്ലാത്ത ആളെ. ചോദിച്ചു വരുന്ന ആളുകൾക്ക് നിങ്ങളുടെ ധനത്തിൽ പങ്കുണ്ട്, അവർക്ക് സഹായിക്കുന്നത് അവർ കാണണം. ആ സമയത്ത് എന്ത് സംഭവിക്കും? അവർ മനസ്സിലാക്കും ഇത് നമ്മളൊരു കുടുംബത്തിൻ്റെ വാല്യൂ സിസ്റ്റമാണ്. ആ വാല്യൂ സിസ്റ്റത്തിൽ അവർ വീണ്ടും ചിന്തിക്കും, എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ആരോ ഒന്ന് ചോദിച്ചു വന്നാൽ അവർ കൊടുക്കും. ഇതുപോലെ ഓരോ ബിഹേവിയറും നമ്മളെടുത്ത് മനസ്സിലാക്കിയാൽ, കള്ളം പറയുന്നതായാലും, ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്, അയൽവാസികളോട് സംസാരിക്കുന്നത്, അതുപോലെ കച്ചവടക്കാരോട് സംസാരിക്കുന്നത് വലിയ വിഷയം. അപ്പം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാതൃകയാവണം. എന്നാലേ കുട്ടികൾ നമ്മുടെ വിചാരിച്ചോണം വളരുള്ളൂ. പഠിച്ചവൻ നമ്മളോട് പഠിച്ചവനെ ആരാധിക്കാൻ പറഞ്ഞ പോലെ തന്നെയാണ് രക്ഷിതാക്കളെ നോക്കാനും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ആയത്തിൽ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഖള എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്തത് വേറൊരു സംഗതിയാണ്. ഈ രണ്ട് വാക്ക് എന്തിന്? പഠിച്ചവൻ നമ്മളോട് ഓർഡർ ഇട്ടതാണ്, അത് വിധിച്ചിരിക്കുന്നു. ഇറ്റ്സ് ബീൻ എന്താ പറയുക, നമുക്ക് അതിലൊരു ചോയ്സ് ഇല്ല. പഠിച്ചവൻ വിധിച്ചതാണെന്ത്? അള്ളാനെ ആരാധിക്കണം, രക്ഷിതാക്കളെ പാരൻസിനെ സംരക്ഷിക്കണം എന്നുള്ളത്. ഈ പാരൻസിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ അള്ളാനെ ആരാധിക്കുന്ന പോലെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് എന്നർത്ഥം. അതാണ് ഈ വാക്കിൽ ഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. രണ്ടാളിൽ ഇപ്പം അതിൻ്റെ തുടർന്ന് പറയുന്നത് നമുക്കറിയാം. രണ്ടാൾ പ്രായമായാൽ അവരെ സംരക്ഷിക്കുക, അവരോട് ഷേ എന്ന് പോലും പറയാൻ പാടില്ല. ഷേ എന്ന് പറയുന്ന വാക്ക് പോലും വലിയ വാക്കാണ്. അപ്പം നമ്മൾ അവർക്ക് എന്താണോ തൃപ്തി, ആ തൃപ്തി നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ മക്കൾക്കുണ്ട്. നമ്മുടെ മക്കൾ നമ്മളോട് അത് ചെയ്യണമെങ്കിലും ഇത് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മളെ ഉപ്പാനെ നമ്മൾ നോക്കണില്ല. അതിൽ റീസെൻ്റ്ലി ഒരു സ്റ്റോറി വന്നിരുന്നു അല്ലേ, വാപ്പ ഒരു പ്ലാനറായിട്ട് മോന് ഒരു ഔട്ട് ഹൗസ് വരച്ചു അല്ലേ. മോൻ ഔട്ട് ഹൗസ് വരച്ചിട്ട് വാപ്പ ചോദിച്ചു, മോനെ ഇനി എന്തിനാ എനിക്ക് ഔട്ട് ഹൗസ് വരച്ചത്? എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ചുകൂടെ? നിങ്ങളെ വാപ്പാനെ ഔട്ട് ഹൗസിലല്ലേ താമസിപ്പിച്ചത് എന്ന് മകൻ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻ്റലിജൻസ് വളർന്നിട്ടുണ്ട്. കുട്ടികൾ അത്രത്തോളം സ്മാർട്ടാണ്. നമ്മളങ്ങനെ പറയുമ്പോഴില്ല, നമ്മൾ ചെയ്യുന്നതും കാണുന്നതും പറയുന്നതും ഒക്കെ വളരെ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്? അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിനുള്ള ആക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളെപ്പോഴും എന്താക്കണ്ട, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ആക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല എന്നല്ല, നിങ്ങൾ എക്സാമ്പിൾ മുഴുവൻ അവർ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്നതെല്ലാം അവർ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് അനുസരിക്കില്ല. കാരണം അവർ എക്സാമ്പിൾ അതല്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ളത് മാറി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ ചെയ്യുക. അഡ്വൈസ് നമുക്ക് ആർക്കും ഇഷ്ടമല്ല അല്ലേ. നമ്മളോട് ഒരാടെ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാലൊന്നും എന്ത് ചെയ്യില്ല, ആൾക്കാർ കേൾക്കൂല. ഓക്കെ, നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് കേൾക്കുക. ഇനി 10 മിനിറ്റ് അവരോട് ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ സീനിയേഴ്സിനുള്ളൊരു ചോദ്യം. ഉമർ റളിയല്ലാഹു അൻഹു, നമുക്കറിയാം റസൂലുള്ളാഹിനെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടോ അല്ലേ. ഒരു സൂടിപ്പിടിച്ച വാളുമാരാണ് ഞാൻ പറഞ്ഞ മുഹമ്മദ് കൊല്ലാൻ പുറപ്പെട്ടെ അല്ലേ. പെങ്ങളെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഖുർആൻ കേൾക്കുന്നുണ്ടായിരുന്നു, ഓതിണ്ടായിരുന്നു. ആ ഖുർആൻ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്താവാണ്? മനംമാറ്റം സംഭവിക്കുകയാണ്. ആ മനംമാറ്റത്തിന് കാരണമായ സൂറത്ത് ഏതാണ് എന്നുള്ളത് ആരാധി പറഞ്ഞേ? കുട്ടികളുടെ ചോദ്യം, ഏത് നബിനാണ് അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞത്, ഫയറിലിട്ടത്? ലേഡീസിനോട് ചോദ്യം അല്ലേ. മദീനയുടെ പഴയ പേര്?
മദീന സിറ്റിയുടെ പഴയ പേരെന്താണ്? ആ പറഞ്ഞ ആൾക്കാർ രണ്ടാൾക്ക് കൊടുക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പാരൻസിനെ നോക്കൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. നമ്മളോട് പഠിച്ചവനെ ആരാധിക്കുന്നത് പോലെ തന്നെ പറഞ്ഞത് വക്കല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അവരോട് ഉഫ് എന്ന് പറഞ്ഞ വാക്ക് പറയാൻ പാടില്ല. നമ്മളെങ്ങനെയാണോ കുട്ടികളെ നോക്കുന്നത് അതുപോലെ തന്നെ പാരൻസിനെ നമ്മൾ നോക്കി കാണിച്ചു കൊടുക്കണം. അത് മതി, നോക്കി കാണിച്ചു കൊടുക്കണം. എന്നാലേ പുതിയ ജനറേഷൻ അത് പഠിക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ എൻ്റെ ഉപ്പാനെ വിളിക്കണമില്ല, മിണ്ടണമില്ല, ആണെന്നില്ല, എൻ്റെ മോനിനെ നോക്കുന്നു ഞാൻ എങ്ങനെ പ്രതീക്ഷിക്കും? ഓക്കെ. പിന്നെ നമ്മൾ കുടുംബത്തിൽ ഈ ഹാർമണിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് ഭാര്യയോ കുട്ടികളോ അറിയാതെ വരുന്നൊരവസ്ഥ. നമ്മുടെ ഖുർആൻ നമുക്ക് ആയത്തുകൾ കാണാം. നമ്മുടെ സക്കീനത്ത്, നമ്മുടെ പരസ്പര സഹകരണം, നമ്മുടെ പഠിച്ചവൻ്റെ സഹായം എന്ന് പറയുന്നത് നമ്മുടെ പരസ്പര ഇണക്കങ്ങളിലൂടെയാണ്. അതായത് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യണം ഓരോ കാര്യങ്ങളും. ശൂറ എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് കാണാം ഖുർആനിൽ. ഇതാ വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഖാമുസ്സലാത്ത വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞത് അവരുടെ കാര്യങ്ങൾ എന്താണ്? നമ്മൾ പരസ്പരം ശൂറ കൂടിയിട്ടാണ് എന്ത് ചെയ്യുക? എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികൾ അതിൽ ഇടപെടും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ ഒരു കമൻസ് പറയും. നമ്മളെ തന്ത വൈബ് മാറിക്കിട്ടും. നമ്മൾ അവരോട് ചർച്ച ചെയ്യുമ്പം അവരുടെ ഉത്തരം. ഇന്നലെ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണേ. ഇന്നലെ ആദ്യം ഉണ്ടല്ലോ ചെറിയ 4 വയസ്സുള്ള ഓന് ഈ പിക്ചർ സെലക്ട് ചെയ്ത് ആ പിക്ചർ അവിടെ വെച്ച് അത് അവിടെ വെക്കേണ്ടതെന്ന് പറഞ്ഞെന്നു. അപ്പം നമ്മൾ ഒരാളെ കൂട്ടുന്ന സമയത്ത് അവർക്കും അത് ചെറിയതായാലും വലിയതായാലും ഒക്കെ ഉണ്ടാവും. അവർക്ക് അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം. നമ്മളത് വകവെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ അവർ അംഗീകരിക്കുന്നതായിട്ട് മനസ്സിലാവുക. ആ അംഗീകാരത്തിലൂടെയാണ് അവർ നമ്മളൊപ്പം വളരാൻ ശ്രമിക്കുക. നേരെ മറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ എനിക്ക് സമയമല്ല, നീ പോയി നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാകുമ്പോൾ പോയി നമ്മളോട് പറയുന്നത് എനിക്കിപ്പോൾ സമയമല്ല, ഇനി നോക്കിക്കോ. അപ്പം നമ്മളെ ഈ ഒരു ജനറേഷൻ്റെ അടുപ്പം എന്ത് സംഭവിക്കണം? പരസ്പര ധാരണയിലൂടെ അടുക്കച്ചിട്ട് വരണം. ഈ ചർച്ചകൾ നടന്നിട്ട് എന്ത് ചെയ്യാവുള്ളൂ? നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കണം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ വീട് വരെ അല്ലെങ്കിൽ താമരശ്ശേരി വരെ എത്തി മയക്കുമരുന്ന്, അല്ലെങ്കിൽ നമ്മളെ കുടുംബങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മലയാളത്തിൽ ചൊല്ലുണ്ട്, മുളയിലെ നുള്ളിയാൽ കോടാലി വേണ്ട. നമ്മളെ മകൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നത്, എപ്പോഴാണ് പോകുന്നത്, ആരുടെ കൂടെയാണ് സഹവാസം, ഇതൊന്നും നമ്മൾ അന്വേഷിക്കാതെ അവൻ കേസിൽ പെട്ടു എന്ന് പറയുന്നതിൽ എന്തില്ല, യാതൊരു അർത്ഥമില്ല. നമ്മളെ കുടുംബത്തിൽ നമ്മുടെ ഈ പറഞ്ഞ സെൻസറുകൾ ബ്രദറായും മൂത്താപ്പയായും കുടുംബക്കാരനായും കൂട്ടുകാരനായും നമ്മുടെ ചുറ്റുവട്ടങ്ങളൊക്കെ തന്നെ എന്തുണ്ടാവും? നമ്മൾക്ക് കുട്ടികളുടെ സ്വഭാവങ്ങൾ പറയാനും മനസ്സിലാക്കി തരാനുള്ള ആളുകളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തിയാൽ എന്ത് ചെയ്യാം? കുട്ടികളുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് നേരത്തെ പറ്റും. ഈ കറക്ഷൻ, തിന്മ കണ്ടാൽ അത് നിർത്തിക്കൊള്ളണം. ഇതിവിടെ നമ്മളോട് പറഞ്ഞെന്താ? കുന്തും ഹൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ഇന്നാസ്. നിങ്ങളാണെന്ത്? ഹൈറ ഉമ്മത്ത്, മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഹൈറ ഉമ്മത്താണ്. അതിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ? എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നമ്മൾ നന്മ പ്രോത്സാഹിപ്പിക്കുക, നന്മ എന്താക്കണം? നന്മ കൽപ്പിക്കുന്നതൊപ്പം തന്നെ തിന്മ വിരോധിക്കാനും പറ്റണം. ഇത് സാമൂഹികമായ ഒരിടപാടാണ്. നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ വീട്ടിലെ കുറേ കാര്യങ്ങൾ അതുപോലെ കേട്ടില്ല കണ്ടില്ല നോക്കും. പിന്നെ ഓനുണ്ടല്ലോ അവിടെ പോയിന്ന പോലെ അത് ചെയ്തത് പോലെ നമ്മുടെ കുടുംബത്തിലേക്ക് ഈ സാധനങ്ങൾ കയറി വരുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സോഷ്യൽ സെൻസറുകൾ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരത്തിൽ ഇപ്പോൾ മോനെന്താ, ഓനെടാ, ഓൻ എത്രാം ക്ലാസ്സിലാ, ഓൻ്റെ പാരൻസ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടോ, ഓരോ വിദ്യാർത്ഥി അധ്യാപകരെന്ത് പറയുന്നു, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലേ കുട്ടികളുടെ സ്വഭാവം വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അറിയാൻ പറ്റും. എല്ലാം കൂടി ഇടിഞ്ഞൊഴിഞ്ഞ് തലയിൽ വീണിട്ട് അല്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ വളരെ ചെറിയ ഈ പറഞ്ഞ സമൂഹ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ വളരെ നേരത്തെയുള്ള ഉത്തരവാദിത്തമാണ്. കുട്ടികൾ വളർന്നാൽ അവരുടെ വികസനം
നമ്മളെ ചുറ്റുവട്ടങ്ങളിൽ വളരുമ്പോൾ ആ സെൻസറുകൾ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. അത് ചെയ്യുവാണ് ആ ആക്ഷൻ കറക്റ്റ്. അപ്പം ഈ തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞ കേസ് വളരെ ആക്ഷനബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം നമുക്കെന്ത് സംഭവിക്കും? നമ്മളെ കുടുംബത്തിന് ബർക്കത്തും നമ്മുടെ പരസ്പരം സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ സമ്പാദിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം? ശ്രദ്ധ പുലർത്തണം. നമ്മൾ സമ്പാദിക്കുന്ന മാർഗങ്ങൾ പുനർപരിശോധിക്കണം. കാരണം നമ്മൾ കുടുംബത്തിലേക്ക് ബർക്കത്ത് വരുന്നത് 2-3 മാർഗങ്ങളാണ്. ഒന്ന്, നമ്മൾ ഹദീസ് കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇൻകം, നമ്മുടെ ഉപജീവനത്തിന് നമുക്ക് വിശാലത ഉണ്ടാകും. ഇതൊന്നും സമയമില്ലാതായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് ആൾക്കാർക്ക്, അല്ലേ? നമുക്ക് കുട്ടികളെ നോക്കാൻ നേരില്ല, ഓളെ നോക്കാൻ നേരില്ല. ഞാനിങ്ങനെ പായാണ് പല പ്രശ്നങ്ങൾക്ക് വേണ്ടി. ഈ ഓട്ടം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ബർക്കത്തുണ്ടാവണം. ഈ ശ്രദ്ധിക്കാനുള്ള മനസ്സാന്നിധ്യം നമുക്കുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നമ്മൾ വരുമാനത്തിനനുസരിച്ച ചെലവ് വേണം. നമ്മുടെ ചെലവ് എന്താ സംഭവിക്കുന്നത്? ചെലവ് വരുമാനത്തിനേക്കാളും കൂടി പോവുകയാണ്. നമുക്ക് പഠിച്ചവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഒന്നുമില്ല. സക്കാത്ത് കൊടുക്കാൻ പൈസ ഇല്ല. നമ്മൾ എത്ര വർഷമായി ഇവിടെ, അല്ലേ? എന്തുകൊണ്ട് സക്കാത്ത് കൊടുക്കാൻ പൈസ ഇല്ല? നമ്മുടെ ചിന്താഗതികൾ ചെറുതായിട്ട് മാറണം. അള്ളാൻ്റെ ഗ്യാരണ്ടി വീണ്ടും ഞാൻ വിളിക്കുകയാണ്. നമ്മൾ പഠിച്ച നമ്മളടുത്ത് പറഞ്ഞത് എന്തറിയാം? നമ്മൾ ചെലവാക്കുന്ന ഓരോ കാര്യവും അള്ളാഹ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരും, അല്ലേ? പഠിച്ചവനെ നമ്മളടുത്ത് പറഞ്ഞത് ഇതാ, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അള്ളാഹിൻ്റെ മാർഗത്ത് പൈസ ചെലവാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഉദാഹരണം ഇതാ എന്ന് പറഞ്ഞിട്ട് കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട്. 1 ഉറുപ്പ്യ ചെലവാക്കിയ 700 ഉറുപ്പ്യ തരും. നമ്മുടെ വളരെ നേരത്തെ തന്നെ നമ്മുടെ വരുമാനത്തിൻ്റെ ചെലവുകൾ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് മാറ്റി വെക്കുന്നതിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അനാസ്ഥ കാണിക്കരുത്. കാരണം നമ്മുടെ ബർക്കത്ത്, നമ്മുടെ വരുമാനം അത് വർദ്ധിക്കുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവാക്കുന്നതും കൂടി അതിൽ ഉൾപ്പെടും. നമ്മൾ 1 ഉറുപ്പ്യ ഉള്ളപ്പോൾ 1 ഉറുപ്പ്യ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 700 ഉറുപ്പ്യ പഠിച്ചത് തരുമായിരുന്നു. അത് നേരിട്ടതിപ്പോൾ തന്നെ തരുമെന്ന് ഞാൻ പറയല്ല. ഞാൻ പറഞ്ഞത് ഇത് കാലാവധി വ്യക്തിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹ് നമുക്കുള്ള വരുമാനം നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെലവാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളെ ബർക്കത്ത്, നമ്മളെ മൈഷത്ത്, റിസ്ക് അത് വർദ്ധിക്കും. ശരി, മക്കളൊക്കെ പോയി ഇവിടെ എത്തില്ല. ഇവിടെ എന്താ സ്ഥിതി? പറയുന്നത് കേൾക്കുന്ന മനസ്സിലാക്കുന്ന കണ്ടല്ലേ? സീനിയേഴ്സിനോടാണ് ചോദ്യം. ഓക്കെ, ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചതാരാണ്? സുലൈമാൻ നബി. മക്ക നിർമ്മിച്ചത്, കാബ നിർമ്മിച്ചതാരാണ്? കാബ ശരിക്കും നിർമ്മിച്ചത് എന്നല്ല പറഞ്ഞത്, കരപ്പ പുതുക്കി പണിതത് എന്നാണ്. കാബ ആദം നബിയുടെ കാലത്ത് തുടങ്ങിയ അവിടെ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷം ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും കൂടെ കൂട്ടി അത് പുതുക്കി പണിതാണ്. അതുപോലെ ബൈത്തുൽ മഖദ്ദിസ്, നമ്മുടെ പഴയ കിബിലയായിരുന്ന ബൈത്തുൽ മഖദ്ദിസ് സുലൈമാൻ നബിയും ദാവൂദ് നബിയാണ് അവിടെ ആരാധന തുടങ്ങുന്നതെങ്കിലും അതിനു ശേഷം മകനായ സുലൈമാൻ നബിയാണ് എന്ത് ചെയ്യുന്നത്? അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കുട്ടികളോടുള്ള ഒരു ചോദ്യം, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്? കൗസർ. ഓക്കെ, അപ്പൊ നമ്മൾ ചെലവഴി, നമ്മുടെ വരുമാനം, നമ്മുടെ ഉപജീവനം കൊടുത്തില്ലേ? ലേഡീസിന്റെ ചോദ്യമാണ്. ഓക്കെ, ലേഡീസിനോട് ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രഥമ വഹി ലഭിച്ച സ്ഥലം? പറഞ്ഞോ. ആരാ പറഞ്ഞവരോട് കൈ വന്നിക്കാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കുറച്ച് സമയത്തിൻ്റെ പരിമിതികളുണ്ട്, കുറച്ചും കൂടെ ഫാസ്റ്റായാണ്. നമ്മുടെ വരുമാനം അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ മാറ്റിവെക്കണം. ഇനി ഇത് ചെലവഴിക്കുമ്പോൾ
നമ്മളൊക്കെ എന്താ ചെയ്യല്? പാവങ്ങൾക്ക്, സക്കീന്, മിസ്കീന്, അവരൊക്കെ ആൾക്കാർക്കൊക്കെ പൈസ കൊടുക്കും. കുടുംബത്തിലുള്ള ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മുടെ കുടുംബത്തിൽ കുറേ ആൾക്കാർ പാവങ്ങളുണ്ടാവും. അവരെ നോക്കാൻ മറ്റുള്ള സംഘടനകൾ വരേണ്ട അവസ്ഥ ആയിരിക്കും. ഇവിടെ ഉമ്മാനെ ഉപ്പാനെയും റൂം വൃത്തിയാണോ, അവർ പെയിന്റ് അടിച്ചിട്ടുണ്ടോ, അവർക്ക് കിട്ടുന്നുണ്ടോ, എൻ്റെ മൂത്താപ്പൻ്റെ മോനും മോൾക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാവൂ. ഇത് കുടുംബത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റിയാണ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ മോൻ്റെ കാര്യം അവർ നോക്കും അല്ലേ? ഈ ശ്രദ്ധ നമുക്ക് പരസ്പരം എന്താവണം? ഉണ്ടാവേണ്ടത്. ഇവിടെ ഖുർആനായത്ത് യൂസ് ചെയ്ത് യസ്അലൂനക മാദാ യുൻഫിഖൂന ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈറിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന. അതാണ് ആദ്യം പറഞ്ഞിട്ട്. ആരാ പറഞ്ഞേ? ആരാണ് ചെലവാക്കണത്? എന്താ ചെലവാക്കുന്നത്? ആദ്യം ഉമ്മാക്കും ഉപ്പാക്കും ചെലവാക്കണം. അതിനുശേഷം നമ്മുടെ അഖ്റബീൻ, അതായത് കുടുംബാംഗങ്ങൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് ചെലവാക്കണം. 2 കാര്യമാണ് റസൂൽ പറഞ്ഞത്. ഒന്ന്, നിങ്ങളിങ്ങനെ ചെലവാക്കിയ 2 കാര്യമുണ്ട്. ഒന്ന്, കുടുംബ ബന്ധം വലുതാകും. 2, സദക്കന്റെ കൂലി കിട്ടും. കുടുംബ ബന്ധം വലുതാവും എന്ന് പറഞ്ഞതിൽ പഠിച്ച റസൂൽ വേറെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുടുംബ ബന്ധം വലുതാക്കി കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. എന്ത് കാര്യം? റിസ്ക്കിൽ ബർക്കത്ത് കിട്ടും, നിങ്ങളെ ആയുസ് വർദ്ധിക്കും. പഠിച്ചവനും അള്ളയും റസൂലും തരുന്ന കുറേ ഗ്യാരണ്ടികളുണ്ട്. നമ്മൾ ₹1 700 കിട്ടും. കുടുംബത്തിനെ നോക്കിയാൽ റിസ്ക് വർദ്ധിക്കും, നിങ്ങൾ ആയുസ് കൂടും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് നമ്മൾ തിരക്കിലാണ്. നമ്മുടെ കുടുംബത്തിനെയും കുട്ടികളും നശിച്ചുപോയി എന്ന് ആവലാതിപ്പെട്ടതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അള്ളയും റസൂലും പറഞ്ഞ മാർഗത്തിലേക്ക് എന്ത് ചെയ്യണം? പുനർചിന്തിക്കണം. അള്ളാഹിൻ്റെ സഹായം, സക്കീനത്ത് അവിടെ എന്ത് ചെയ്യും? നമുക്ക് അനുഭവപ്പെടും. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ചെവി കൊണ്ടല്ല കേൾക്കേണ്ടത്, ഹൃദയം കൊണ്ട് കേൾക്കണം. ഈ സഹായങ്ങൾ വന്നിട്ടുള്ള കഥകൾ ഞാൻ വീണ്ടും പറയാണ്. നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മക്കത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, കാബ ഉണ്ടാക്കിയ സമയത്ത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ആ കാബ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. റബ്ബന വജഅൽ മുസ്ലിമീന ലക വമിൻ ദുർരിയ്യതിന ഉമ്മത മുസ്ലിമ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് അങ്ങോട്ട് പോയാൽ പോരാ. നമ്മൾ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുള്ളൂ. കർമ്മങ്ങൾ ചെയ്യാണ്ട് എന്ത് ചെയ്യില്ല? ഉത്തരം കിട്ടില്ല. റസൂൽ നമ്മളോട് നാളെ മക്കത്ത് നാളെ നമ്മൾ മരിച്ച് നമ്മുടെ പരലോകത്ത് ചെല്ലുമ്പോൾ ആർക്കാണ് സ്വർഗം കിട്ടുക? ഇതൊക്കെ ഇങ്ങനെ കുറേ ക്ലാസ് കേട്ട ആൾക്കാർക്കാണോ? അല്ലല്ലോ. അമല സാലിഹാത്ത് ചെയ്ത ആളുകൾക്കാണ്. മുഅ്മിനീൻ അമല സാലിഹാത്ത് അല്ലേ? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ? വ നിഅമ അജ്റുൽ ആമിലീൻ എന്ന. ആർക്കാണ് അത് കൊടുക്കുക? പ്രവർത്തിച്ച ആളുകൾക്ക്. നമ്മളിങ്ങനെ ഫോണിൽ കഥയും കേട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയോണ്ട് എന്താവില്ല? നമ്മൾ അജ്റുൽ ആമിലീന് കിട്ടുന്ന സാധനം കിട്ടില്ല. പല സ്ഥലത്തും ഖുർആൻ ചോദിക്കുന്നുണ്ട്, സമയം അതിക്രമിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആവാം. ഖുർആൻ 3 സ്ഥലത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അം ഹസിബത്തും അൻ തദ്ഖുലൽ ജന്നത, നിങ്ങൾ സ്വർഗം കിട്ടുന്ന വ്യാമോഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വന്ന മുമ്പുള്ള ആളുകളുടെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരാതെ, നിങ്ങൾ അവരെ പോലെ പരീക്ഷിക്കപ്പെടാതെ, നിങ്ങളുടെ സബുർ പരീക്ഷിക്കപ്പെടാതെ നിങ്ങൾ സ്വർഗം കിട്ടുന്നു വ്യാമോഹിക്കുന്നുണ്ടോ? അം ഹസിബത്തും അൻ തദ്ഖുലൽ ജന്നത എന്ന് തുടങ്ങുന്ന 3 ആയത്തുകൾ ഖുർആനിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ കിട്ടുന്ന പരീക്ഷണങ്ങൾക്ക് ക്ഷമ അവലംബിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അമൽ സാലിഹാത്തുകളിൽ ചെലവ് ചെയ്യുന്നതിൽ, കുടുംബത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ കുടുംബം, നാട്ടുകാരും ഒക്കെ ആണ് നമുക്കുണ്ടാവുള്ളൂ. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങി സൂൺ ഓർഡർ ചെയ്ത് വീട്ടിൽ കുടുംബം ഏടാന്ന് അറിഞ്ഞുകൊണ്ടാണ് ജീവിച്ചാലുണ്ടാവില്ല. ഈ പറഞ്ഞ കെയറും കൺസേണും ഒന്നും നമുക്ക് ലഭിക്കാൻ പോണില്ല. ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഈ പരസ്പര സഹകരണത്തിനെയും സഹായത്തിനെ കുറിച്ചാണ്. ഇതിന് ഒരു ടൂള് റസൂൽ പറഞ്ഞതെന്താ പറഞ്ഞാൽ, വല്ലദീന നഫ്സി ബിയദി ലാ തദ്ഖുലു ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു ഔലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു തഹബ്ബതു അഫ്ശു സലാമ ബൈനക്കും. നമ്മൾ പരസ്പര സഹായവും സഹകരണമൊക്കെ പറഞ്ഞു. ഇത് ഉണ്ടാവാൻ വേണ്ടി ഒരു ടൂളാണ് പഠിച്ചാൻ പറഞ്ഞത്. നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? എന്താണ് പറയുക? അഫ്ശു സലാമ ബൈനക്കും. നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കണം. എല്ലാവരെയും കാണുകയും കേൾക്കുകയും അവരോട് സലാം പറയുകയും ചെയ്യണം. ഈ സലാം പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അറിയുന്ന ആൾക്കാരോട്, നാട്ടുകാരോട്, അല്ലെ കുടുംബക്കാരോട് മാത്രമല്ല സലാം പറയാൻ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഹദീസിനകത്ത് കാണാം, അലാമൻ അറഫ്ത വമൻ ലം തറഫ്. അറിയുന്ന ആൾക്കാർക്കും അറിയാത്ത ആൾക്കാർക്കും എന്ത് ചെയ്യണം? നമ്മൾ
സലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് സലാം പറഞ്ഞ ആളുകൾക്ക് എന്തെങ്കിലും തരും വിചാരിച്ചിട്ടല്ല കേട്ടോ. പഠിച്ചവൻ്റെ ഗ്യാരണ്ടിയാണ് എന്ത്, നിങ്ങളെ ഇഷ്ടം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് റസൂൽ നമുക്ക് തന്ന ടൂളാണ് എന്ത്, അഫ്ശു സലാം ഉപയോഗിക്കും. ഇത് ഒരാളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സലാം ഇങ്ങനെ എന്ത് ചെയ്യും, പടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ പടർന്നതിലൂടെ നമ്മുടെ സക്കീനത്ത്, നമ്മുടെ സമാധാനം, ആ സമാധാനം തിരിച്ചും കിട്ടും. നമ്മളെങ്ങനെ തിരിച്ച് ബ്ലസ് ചെയ്യുക, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലേ, എല്ലാം നമുക്ക് തിരിച്ച് പ്രാർത്ഥിക്കപ്പെടുകയാണ്. ആ പ്രാർത്ഥിക്കപ്പെടുന്നതിലൂടെ നമ്മൾ പ്രാർത്ഥനകളുടെ നമ്മുടെ മാനസികാവസ്ഥ വളരുമെന്നുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഒരൊറ്റ ആയത്തിൽ ഖുർആൻ അവതരിപ്പിച്ചത് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഖുർആൻ എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നത്? കുറേ ആൾക്കാർ പറയും ഞാനൊരു റിലീജിയൻ, നിങ്ങളിപ്പോൾ കുറേ ഖുർആനും ഹദീസൊക്കെ പഠിപ്പിച്ചു, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ? കുട്ടികളായിരിക്കും ചോദിക്കും അല്ലേ, ഞാൻ വേറൊരു റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ ഞാൻ ലിബറലിസ്റ്റാണ്, ഞാൻ എത്തീസ്റ്റാണ് എന്നൊക്കെ പല ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലേ. അതിനെല്ലാം കൃത്യമായ ഒരു ആയത്താണ് എന്ത്, ഈ ഖുർആൻ എന്ന് പറയുന്നത് അമാനുഷികമായി അള്ളാഹിൻ്റെ കലാമായി നമ്മളെടുത്തേക്ക് വന്നതാണ്. 1 മില്യൺ ഖുർആൻ ലോകത്ത് എത്ര ആൾ കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഒരു ചോദ്യം, എത്ര ആൾ ഖുർആൻ ബൈ ഹാർട്ട് അറിയാം? അപ്രോക്സിമേറ്റ് ലോകത്തുനിന്ന് ഒരു പുസ്തകത്തിനും ഇല്ലാത്തൊരു റെക്കോർഡാണ്. 20 മില്യൺ ആളുകൾ ലോകത്ത് ഖുർആൻ കാണാതെ പഠിച്ചവരുണ്ട്. ആ ഖുർആൻ എന്ന് പറയുന്നത് അമാനുഷികമാകുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണെന്ത്, റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ മോജിസത്തായ ഖുർആൻ 20 മില്യൺ ആളുകൾ. ഏതെങ്കിലും മറ്റ് മതപുസ്തകങ്ങൾ, ബൈബിളോ തോറയോ ആരെങ്കിലും പോട്ടെ, അതിൻ്റെ ഏറ്റവും വലിയ പോപ്പിന് പോലും കാണാൻ അറിയില്ല. കാരണം അങ്ങനെ ഒരു എഡീഷൻ ഇല്ല എന്നുള്ളതാണ്. ഖുർആൻ 1400 വർഷമായിട്ട് ഒരു എഡീഷനിൽ നിലനിൽക്കുകയും 1400 വർഷമായി ആളുകൾ കാണാതെ പഠിച്ചു. 100 ഖുർആൻ കത്തിച്ചാലോ 10,000 ഖുർആൻ കത്തിച്ചാലോ നമ്മൾ ബേജാറാവേണ്ടിയൊന്നുമില്ല. 10 മിനിറ്റിനുള്ളിൽ ഖുർആൻ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ലോകത്തുണ്ട്. പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാനാണത് ഇറക്കിയത്, അത് ഞാൻ സംരക്ഷിക്കും. നിങ്ങൾ കാര്യത്തിൽ എന്താ വേണ്ട, ബേജാറാവണ്ട. ഈ ഖുർആൻ ഇത് നമ്മളോട് പറഞ്ഞത് എന്താ, വിശുദ്ധ ഗ്രന്ഥം ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു. അവർക്ക് സ്വർഗമുണ്ട്, അവർക്ക് ശരിയായ മാർഗം പിൻപറ്റുന്നവർക്ക് സ്വർഗമുണ്ട്. ഇനി ശരിയല്ലാത്ത മാർഗമാണോ പിൻപറ്റുന്നത്, അവർക്ക് നരകത്തിൻ്റെ മുന്നറിയിപ്പും കൂടി ഇതിലുണ്ട്. അപ്പം കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളിൽ ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹും റസൂലും എന്താണ് പറഞ്ഞത്, സംരക്ഷണ വലയത്തിനുണ്ടോ, അള്ളാഹിൻ്റെ സക്കീനത്തിന് അർഹനാണോ നമ്മൾ എന്നുള്ളത് പുനർചിന്തിക്കണം. നമ്മുടെ റിസ്ക് വർദ്ധിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ സമ്മറിയിലേക്ക് വരാം. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത ആളൊന്ന് കൈവന്തിച്ചേ. പറഞ്ഞ കാര്യം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനിയൊരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വരുമോ? അത് അങ്ങനെയാണല്ലേ. ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ചില തീരുമാനങ്ങൾ പറയാം. നിങ്ങളിനി ഇത് വളരെ പേഴ്സണലായിട്ട് എടുക്കണം. ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട്, അല്ല ഇന്ന് എപ്പോഴാണോ സമയം ഇനി ഉടനെ കിട്ടുന്നത്, ആ സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കട്ടോ. നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളുമായുള്ള ബന്ധം പുനഃപരിശോധിക്കണം. ഞാൻ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ മക്കളെ നോക്കുന്ന പ്രയോറിറ്റിയിലാണോ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും നോക്കുന്നത്? അത് വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വെൽഫെയറിലുള്ള അംഗങ്ങൾ എന്ത് ചെയ്യുക, ഓരോരുത്തരും പരിശോധിക്കാം. ഉമ്മാനെ ഉപ്പാനെ ഞാൻ വിളിച്ചിട്ട് എത്ര ദിവസമായി, അവരോട് സംസാരിച്ചോ? ഉമ്മാനെ ഉപ്പാൻ്റെയും പ്രശ്നങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നോ? ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. പലരും മിണ്ടാതായിട്ട് കാലങ്ങളായിട്ടുണ്ടാവും, നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. അവരൊക്കെ ഒന്ന് വിളിക്കാനോ അവരുമായുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനോ ശ്രമിക്കണം. ഇതൊക്കെ ഈ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളായിട്ടാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ ഖുർആനും ഹദീസുകളുമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഉപജീവനം ഹലാലാണെന്ന് ഉറപ്പ് വരുത്തണം. ഉപജീവനം നമ്മളൊക്കെ പലരും നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ, നമ്മൾ പല പണിയെടുക്കുന്നുണ്ട്. അതിൽ ഗവൺമെൻറ്റിനെയും രാജ്യത്തിൻ്റെ നിയമങ്ങളെയും നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പെക്റ്റ് അതാ നമ്മുടെ സമ്പാദ്യത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ടാക്സ് വെട്ടിച്ചോ ഒരു ഇൻവോയ്സ് അണ്ടർ ചെയ്തോ ചെയ്യുന്ന കാര്യം അത് നമ്മൾക്ക് ഒരു പക്ഷേ സാമ്പത്തിക ലാഭം ഉണ്ടാവും, നേരെ മറിച്ച് മറ്റേ സൈഡിൽ അത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്.
കാരണം എനിക്കെൻ്റെ പൈസ കുറച്ച് കൂടുതൽ കിട്ടും. പക്ഷേ മറ്റൊരു സൈഡിൽ അത് ഗവൺമെൻറ്റിനായാലും അത് നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട സിസ്റ്റംസിനൊക്കെ തന്നെ എന്ത് സംഭവിക്കും? അതിനെ നെഗറ്റീവായി ബാധിക്കും. ഈ ബാധിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആ പൈസ ഉണ്ടാവില്ല, ഹലാലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇൻകം വളരെ കൃത്യമായി നോക്കുകയും എന്തെങ്കിലും ഹറാമായ വശങ്ങളുണ്ടെങ്കിൽ ഉടനെ അതെന്ത് ചെയ്യണം? മാറ്റാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം. പറഞ്ഞത് പരസ്പരം സലാം പറയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരോടും അസ്സലാം വലൈക്കും, വലൈക്കും സലാം. ഈ ദുആ എല്ലാവരുടെ അടുത്തുനിന്ന് കിട്ടുന്നിടത്തോളം വാങ്ങാം. രാത്രി ഉറങ്ങണ വരെ ആരോടൊക്കെ സലാം പറയാൻ പറ്റുമോ സലാം തിരിച്ചു കിട്ടുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവും. സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ 1 ദിർഹമിന് 700 ദിർഹം ഗ്യാരണ്ടിയാണ്. അത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങൾ കൂടിയാലോചിച്ച് പരിഹരിക്കാം. ആർക്കെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും വിഷയങ്ങൾ, ഇപ്പൊ ഞാനോ ഷാക്കിറോ നമ്മുടെ ഇവിടെ ഉൾപ്പെടുന്ന പല അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ഉണ്ട് അല്ലേ? നമുക്കുള്ള പ്രശ്നങ്ങൾ, ഞാൻ പലിശയിൽ അകപ്പെട്ടിരിക്കുകയാണ്, ഞാൻ എന്ന പ്രശ്നത്തിലാണ്, എനിക്ക് ജോലിയിൽ എന്ന പ്രശ്നമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക, പരിഹാരം കാണുക. കാരണം നമ്മളിതിൽ തുടർന്നുകൊണ്ട് എന്താവില്ല, നമ്മളറിയിൽ നിന്ന് പുറത്തു വരാൻ മുഴില്ല. കറക്റ്റല്ലേ? ഓരോ ആൾക്കാരുടെയും ഉപജീവന മാർഗങ്ങൾ പ്യൂരിഫൈ ചെയ്യുക, കുടുംബ ബന്ധങ്ങൾ പ്യൂരിഫൈ ചെയ്യുക. തിന്മകൾ എന്ത് കണ്ടാലും അത് ചെറുതാവട്ടെ വലുതാവട്ടെ പരസ്പരം നിരുത്സാഹപ്പെടുത്താം. എൻ്റെ കുട്ടി അത് ചെയ്താൽ മോനെ അത് ചെയ്യരുത് എന്ന് നമ്മൾ നേരിട്ട് പറയുക. എന്ത് പ്രശ്നം, അവന് അയൽവാസിയാണെങ്കിൽ എൻ്റെ മോളുണ്ടല്ലോ അത് ശ്രദ്ധിക്കണം, ആ ഡ്രസ്സിങ് അത് ശരിയല്ല, നമ്മൾ പറയാൻ പറ്റണം. നമുക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ വസ്ത്രം, ഇതൊക്കെ എന്നാരെ ഏൽപ്പിച്ചതെന്നൊക്കെ ചോദിക്കുക. അത് പഠിച്ചോ ഏൽപ്പിച്ചാരണം. തിന്മകൾ നമ്മൾ പരസ്പരം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്ത് സംഭവിക്കില്ല, ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. അപ്പം ഞാൻ കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരസ്പര സഹകരണത്തോടെ ഈ തിന്മകളെ ഉച്ചാടനം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന് പഠിച്ചവൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. അത് നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കണം. ബഷീറിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കോട്ടോടി അവസാനിപ്പിക്കുകയാണ്. ഞാനും നീയും ചേർന്ന്, ഞങ്ങളും നിങ്ങളും ചേർന്ന് രണ്ടാവുകയല്ല, വളരെ സുന്ദരമായ ഒന്നാവുകയാണ് വേണ്ടത് എന്നാണ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്.